Hi everyone, welcome to Neo Home Tuitions. So today we are going to discuss about the important questions which had been repeatedly asked in the previous question papers. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ഇയേഴ്സ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന്റെ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എക്സാംസ് എഴുതാൻ കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിൽ തന്നെ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ചോദിക്കുക. ഡോണ്ട് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് തന്നിട്ടുണ്ട് എഫ് സൈൻ ആൽഫ is equal to √3/2 and cos beta is equal to √3/2, then tan alpha into tan beta is. അതായത് സൈൻ ആൽഫ തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ, അതേപോലെ തന്നെ സൈൻ കോസ് ബീറ്റ തന്നിട്ടുണ്ട് നമുക്ക്. ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് പറയുന്നതിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൈൻ ആൽഫ നമുക്ക് തന്നിട്ടുള്ള പാർട്ടാണ് √3/2 എന്നുള്ളത്. അപ്പൊ സൈൻ ആൽഫ എന്ന് പറയുന്നത് √3/2 വരുന്നത് എപ്പോഴാണ്? അതായത് സൈനിന്റെ ഏത് ആംഗിളിലാണ് √3/2 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്? ഐ തിങ്ക് യു ഹാഡ് സ്റ്റഡീഡ് ദ ടേബിൾ കൺസിഡറിങ് ദ ആംഗിൾസ്, റിഗാർഡിംഗ് ദ ആംഗിൾസ്, ഇസ് ഇറ്റ്? അതായത് ഒരു ടേബിൾ പഠിച്ചിട്ടില്ലേ? 0 ഡിഗ്രിയിൽ എത്രയാണ് വാല്യൂ, സൈനിന്റെ വാല്യൂ എന്താണ്, കോസിന്റെ വാല്യൂ എന്താണ്, ടാന്റെ വാല്യൂ, അങ്ങനെ 6 ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂസ് എന്താണ് 0 ഡിഗ്രിയിൽ, അതുപോലെ 30 ഡിഗ്രിയിൽ എത്രയായിരിക്കും വാല്യൂസ് എന്ന് നമ്മൾ ആ ടേബിളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? സോ ഇവിടെ നമുക്ക് 0 ഡിഗ്രി അതൊന്നും അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് √3/2 എന്ന് പറയുന്നത് എപ്പോഴാണ്? ആൽഫ, അതായത് ഏത് ആംഗിളിലാണ് √3/2, സൈൻ ഏത് ആംഗിളിലാണ് √3/2 വരുന്നത് ചെക്ക് ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ആൽഫ എന്ന് പറയുന്നത് 60 ആകുമ്പോഴാണ്, അതായത് സൈൻ 60 എന്ന് പറയുന്ന വാല്യൂലാണ് √3/2 വരുന്നത്. സോ അപ്പൊ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സൈൻ ആൽഫ is equal to √3/2 implies sin alpha is equal to sin 60 degree. So when alpha is equal to 60 degree, the value of sin alpha is √3/2. It is clear from this statement. Okay. So alpha എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് എഴുതുന്ന കാര്യമാണ്. ആൽഫ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, ഇതിൽ നിന്ന് ആൽഫ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് കിട്ടും. ബിക്കോസ് സൈൻ ആൽഫ is equal to sin 60 പറഞ്ഞാൽ which implies automatically alpha is equal to 60 degree. സോ അതേപോലെ നമുക്ക് തന്നിട്ടുള്ള വേറൊരു ഹിന്റ് ആണ് കോസ് ബീറ്റ എന്ന് പറയുന്നത് √3/2. അപ്പൊ ജസ്റ്റ് ചെക്ക് വെദർ when in what value of beta does the cos having value √3/2, അതായത് ഏത് വാല്യൂ ഓഫ് ബീറ്റയുടെ ഏത് വാല്യൂലാണ് √3/2 വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസിന്റെ അല്ലേ? ആ ടേബിൾ എക്സാമിന് പോകുമ്പോൾ ബൈ ഹാർട്ട് ആയിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. അതറിയാതെ നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റില്ല, കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ആംഗിൾസ് ആണ് വരുന്നത്. ഓക്കെ, സോ കോസ് ബീറ്റ is equal to √3/2 എന്ന് വരുന്നത് അതായത് കോസ് ബീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവുമ്പോഴാണ് എന്ത് വരുന്നത്? √3/2 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ പറയാൻ പറ്റും ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി ആണ്. സോ ബീറ്റ is equal to എന്താണെന്ന് കിട്ടി? ഇവിടെ 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെ വാല്യൂ ആയിരുന്നു? ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ. ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 60 ഡിഗ്രി ആൻഡ് ബീറ്റ is equal to 30 ഡിഗ്രി. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദ ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് പ്രൊഡക്റ്റ്. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സോ ആൽഫ എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ബീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ടാൻ 60 എന്ന് അതേ ടേബിളിൽ തന്നെ ചെക്ക് ചെയ്താൽ മതി. ടാൻ 60 എന്താണെന്ന് ഈസി ആയിട്ട് കിട്ടും. അത് ഓക്കെ, സോ ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ് ആൻഡ് ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. സോ ഓക്കെ, അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. √3 ഇൻറ്റു 1/√3. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? √3യും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത്? ആകെയുള്ള ഒരു റിമൈനിങ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ റിമൈനിങ് ടേം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ പ്രൊഡക്റ്റ് ഓഫ് ടാൻ. സോ therefore we can conclude that the value of tan alpha into tan beta is equal to 1. Okay, is it clear for you?
1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും എക്സ്പ്ലനേഷൻസ് നിങ്ങൾ എക്സാമിന് എഴുതിയില്ലെങ്കിലും ഒരു പെർഫെക്റ്റ് ആൻസർ എങ്കിലും കിട്ടിയിരിക്കണം. ഓക്കെ, ഈ 1 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആൽഫയുടെ വാല്യൂ എടുത്ത് എഴുതണം, അതേപോലെ തന്നെ ബീറ്റയുടെ വാല്യൂം എടുത്ത് എഴുതണം, ആൻഡ് ദെൻ ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ കമ്പ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, then we can move on to the next question. So the next question എന്ന് പറയുന്നത് prove that cos theta minus sin theta into sec theta minus cos theta into tan theta plus cot theta is equal to 1. നമുക്കിവിടെ ഒരു പ്രൂവ് ചെയ്യേണ്ട പാർട്ടാണ്. ഒരു LHS ഉണ്ട്, ഒരു RHS പാർട്ടും ഉണ്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട് നമുക്ക്. സോ ഇതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഈ LHS സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് LHS എന്ന് വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് തുടങ്ങാം, RHS എന്ന് വേണമെങ്കിലും പ്രൂവ് ചെയ്ത് തുടങ്ങാം. പക്ഷെ RHS ആകെ തന്നിട്ടുള്ള വാല്യൂ 1 ആണ്. അതിൽ നിന്ന് ഇപ്പൊ പ്രൂവ് ചെയ്ത് എത്താൻ ഒന്നും തന്നെ ഇല്ലല്ലോ. സോ ഡോണ്ട് ജസ്റ്റ് leave it like that. So we can just begin from the LHS part and then prove that the value is 1. That is the RHS. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അത് 2024 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്സിന്. So we can just see this question. Okay, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. സോ ഇതിന്റെ സൊല്യൂഷനിൽ നമ്മൾ LHS ഞാൻ പറഞ്ഞു, LHS എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതാണ് LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? cos theta minus sin theta into sec theta minus cos theta into tan theta plus cot theta. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് LHS സൈഡ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് മാക്സിമം സിംപ്ലിഫിക്കേഷൻസ് വി ഹാവ് ടു ഡു ദ മാക്സിമം സിംപ്ലിഫിക്കേഷൻസ് ആൻഡ് ഹാവ് ടു ഫൈൻഡ് ദ ഫൈനൽ ആൻസർ ആസ് 1. വി ഹാവ് ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഇവിടെ അതൊരു പ്രീ ഡിഫൈൻഡ് ആൻസർ ആണ്. ഓക്കെ, അത് 1 ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു പല സ്റ്റുഡൻസും എക്സാമിന് ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി സ്റ്റെപ്സ് വരെ എഴുതിയിട്ട് ലാസ്റ്റ് ഈക്വൽ ടു 1 ഫൈനൽ ആൻസർ എഴുതി നിർത്തും കിട്ടി എന്ന രീതിയിൽ. സോ ഇഫ് യു ആർ ഫീലിംഗ് tough to move forward while writing the exams, so just leave it like that. Okay, at least half of the marks അങ്ങനെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക, don't by heart the things. Okay, സോ ഇതിൽ എന്താ പറയുന്നത്? cos theta minus sin theta നമ്മൾ as it is അങ്ങനെ തന്നെ എഴുതി. അതിലിപ്പോൾ ഫേദർ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും വരുത്താനില്ല. sec theta minus cos theta അങ്ങനെ തന്നെ എഴുതി. tan theta plus cot theta. ഓക്കെ, ഇത് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ as it is അങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ cosec theta എന്ന് പറയുന്നത് എന്താണ്? cosec theta എന്ന് പറയുന്നത് 1 sin theta ആണ് അല്ലെ? cosec theta എന്ന് പറയുന്നത് 1 sin theta ആണ്. അതുപോലെ sec theta എന്ന് പറയുന്നത് എന്താ? 1 cos theta ആണ്. ഓക്കെ, is it clear? 1 cos theta ആണ്. അതുപോലെ tan theta എന്ന് പറയുന്നത് എന്താ? sin theta cos theta. These are the very basic things which you are learning at the beginning of the lesson അല്ലെ? ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, and the cot theta is equal to cos theta sin theta. നമുക്ക് ഈ LHS സൈഡിലുള്ള എല്ലാ ട്രിഗണോമെട്രിക് ടേംസും അല്ലെങ്കിൽ എല്ലാ ട്രിഗണോമെട്രിക് ടേംസിന്റെയും വാല്യൂസ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ അനദർ ഫോം, അതിന്റെ വേറെ രീതിയിൽ, അതായത് അതിന്റെ ഡിഫറെന്റ് ഫോംസ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ടേംസിന്റെ എല്ലാം ട്രിഗണോമെട്രിക് ടേംസിന്റെ എല്ലാം അനദർ ഫോംസ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ cosec theta അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? cosec theta എന്ന് പറയുന്നത് എന്താണ്? 1 sin theta ആണ്. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 1 sin theta ഫോർ cosec theta. ആൻഡ് sin theta നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, sin theta തന്നെ എഴുതിക്കോളൂ, as it is അങ്ങനെ എഴുതിക്കോളൂ. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? 1 sin theta minus sin theta. ഓക്കെ, ഫസ്റ്റ് ടേം ക്ലിയർ ആയല്ലോ. അതേപോലെ ഇനി സെക്കൻഡ് ടേം എടുക്കുവാണെങ്കിൽ sec theta minus cos theta ആണ് വരുന്നത്. അതിൽ sec theta എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, 1 cos theta ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Is it clear for you? ഓക്കെ, സോ അത് അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സോ 1 cos theta എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു, മൈനസ് cos theta as it is നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണ്. ഇതെല്ലാം നമ്മൾ LHS ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഇത് ആ സ്റ്റെപ്സിന്റെ ബിറ്റ്വീൻ അല്ല, ഇത് ജസ്റ്റ് ഒരു ഹിന്റ് ആണ്. ഓക്കെ, ഇത് എന്തൊക്കെയാണ് നമ്മൾ ഇനി ഫർദർ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻസ് നടത്തുന്നതെന്നുള്ള കുറച്ച് ഹിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ? സോ ഇത് കൺസിഡർ ചെയ്യേണ്ട, ഈക്വൽ ടു പാർട്ട് തൊട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ sec theta നമ്മൾ 1 cos theta minus cos theta എന്ന് പറഞ്ഞിട്ട് എഴുതി. സെക്കൻഡ് ടേം നമ്മളപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് തേർഡ് ടേം എന്ന് പറയുന്നത് tan theta plus cot theta ആണ്. ഓക്കെ, അപ്പൊ tan theta plus cot theta എന്ന് പറയുന്ന ടേമിനെ tan theta എങ്ങനെ എഴുതാം?
എങ്ങനെ എഴുതാന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് അതുപോലെ കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് സിംപ്ലിഫൈ ചെയ്യേണ്ടതാണ്. അതായത് 1 ബൈ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ എന്ത് വരും? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് വെറും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ. അതേപോലെ തന്നെ 1 ബൈ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ നമ്മൾ ഫസ്റ്റ് ടേമിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ. അതുപോലെ സെക്കൻഡ് ടേമിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് നോർമൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ് അല്ല, യു ആർ ജസ്റ്റ് ലേണിംഗ് ദീസ് തിങ്സ് ഇൻ ദ സ്മോളർ ക്ലാസ്സസ്. ദാറ്റ് ഈസ് ഐ തിങ്ക് ഓൾമോസ്റ്റ് 4th 5th 6th ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. തേർഡ് ടേമിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടും കിട്ടും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ഓൾ? ഓക്കെ, ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ? Yes, what are you thinking about? Yeah, you have to remember the identities. നമ്മൾ കുറച്ച് ഐഡന്റിറ്റീസ് പഠിക്കുന്നുണ്ട് അല്ലേ? കുറച്ചൊരു ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റി. അതിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റി ആണ് ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സൈനിന്റെ തന്നെയാണ്. യെസ്. So 1 minus sin square theta by sin theta into 1 minus cos square theta by cos theta into sin square theta plus cos square theta by sin theta into cos theta. ഈ മൂന്ന് ടേംസിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഐഡന്റിറ്റീസ് ആണ്. ഓക്കെ, is it clear for you? So okay, we have to use the identities in these three cases. Okay, 1 minus sin square theta യിൽ നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്യണം, 1 minus cos square theta യിൽ ഐഡന്റിറ്റി യൂസ് ചെയ്യണം, sin square theta plus cos square theta യിലും ഐഡന്റിറ്റി യൂസ് ചെയ്യണം. ഏതായിരുന്നു ഐഡന്റിറ്റി അപ്പോൾ? യെസ്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതാ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ആ ഐഡന്റിറ്റിയാണ് നമ്മളിവിടെ എല്ലാവരുടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ പ്രോബ്ലം ചെയ്യുന്നതിന്റെ സൈഡിൽ തന്നെ നമ്മൾ അതായത് നമ്മൾ ഏത് ഐഡന്റിറ്റി ആണോ യൂസ് ചെയ്യുന്നത് ആ ഐഡന്റിറ്റി അതിന്റെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ദ ടീച്ചർ വിൽ ബി ക്ലിയർ ദാറ്റ് യു ഹാഡ് അണ്ടർസ്റ്റുഡ് ദ ഐഡന്റിറ്റി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദി തിങ്സ്. അല്ലെങ്കിൽ വിചാരിക്കും ഈ കുട്ടി കാണാപ്പാഠം പഠിച്ചതാണോ എന്നൊരു തോന്നലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട്, ആസ് എ ടീച്ചർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു പറയണം എൻ്റെ ഒരു സജഷനിൽ. ഓക്കെ, അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഐഡന്റിറ്റി ഇവിടെ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ഇതിൽ നിന്ന് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. അതേപോലെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ എന്നാവും. ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ? അത് ഡയറക്റ്റ് ഐഡന്റിറ്റി ആണ് 1. സോ 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഫെർദർ സിംപ്ലിഫിക്കേഷൻസ് ഭയങ്കര എളുപ്പമാണ്. ഒന്നുമില്ല, ക്യാൻസൽ ചെയ്യുക. ഇതിലൊരു സ്ക്വയറും
ഇതും ക്യാൻസൽ ചെയ്തു പോവും കോസ് തീറ്റ, അതേപോലെ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്തു പോവും, ഈ സ്ക്വയറിലെ ഒരു സൈൻ തീറ്റ ക്യാൻസൽ ചെയ്തു പോവും, ബാക്കി ഇതിലുള്ള ഒരു കോസ് തീറ്റയും ഇവിടെ ഉള്ള ഈ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്തു പോവും, അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്തു പോവും ബാക്കി. അപ്പോൾ ജസ്റ്റ് വി ഹാഡ് ക്യാൻസൽഡ് ഓൾ ദ ടേംസ്. നൗ ദ വൺ ആൻഡ് ഓൺലി റിമൈനിങ് ടേം ഇസ് 1. ഓക്കെ, വൺ ആൻഡ് ഓൺലി റിമൈനിങ് ടേം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് 1 ആണ് നമ്മുടെ ആൻസർ എന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഇവിടെ? നമുക്ക് കണ്ടുപിടിച്ച കാര്യമല്ല, ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലിയർ ആയി തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ RHS side is 1. So now we had got the answer as 1. So നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? We just begin from the LHS part and then proved it is equal to the RHS side. Okay, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, പ്രൂവിന്റെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് കുറെ സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LHS തുടങ്ങണോ RHS തുടങ്ങണോ? അത് വലിയൊരു ഡൗട്ട് ആണ്. സോ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഏത് സൈഡാണ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം? ചില സമയത്ത് LHS തുടങ്ങിക്കഴിഞ്ഞാൽ you will not be getting the answer, you can't reach the answer, that is the RHS side. Okay, ചില സമയത്ത് അപ്പോൾ ആ കേസിലൊക്കെ RHS തന്നെ നമ്മൾ ബിഗിൻ ചെയ്യണം. we have to begin with the RHS and prove that it is equal to LHS. അപ്പൊ നിങ്ങൾ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വി കാൺ മൂവ് വിത്ത് ദ RHS സൈഡ്. ഓക്കെ, നമുക്ക് RHS സൈഡിൽ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. സോ നമ്മൾ ജസ്റ്റ് വി ഹാഡ് ബിഗിൻ വിത്ത് ദ LHS സൈഡ്. നമ്മളപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഇപ്പൊ ഞാൻ ചെയ്തതാണ്, ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി തോന്നും, പക്ഷെ ചെയ്യാൻ കിട്ടില്ല എക്സാമിന് ഇരിക്കുമ്പോൾ. സോ ചെയ്യാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു.